ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് ഒരു വമ്പൻ വാർത്ത പുറത്തു വരികയാണ്. 2040 ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ആണവ അന്തർവാഹിനി പടയായി ഭാരതം മാറും. ദശാബ്ദങ്ങളായി സമുദ്രം ഭരിച്ചിരുന്ന ബ്രിട്ടനെ പോലെയുള്ള വമ്പൻ ശക്തികളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ അശ്വമേധം. കേവലം ഒരു പ്രതിരോധ വാർത്ത എന്നതിലുപരി ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ നേവിയിൽ വലിയൊരു പരിവർത്തനമാണ് സംഭവിക്കാൻ പോകുന്നത്. നിലവിൽ 2 ആണവ അന്തർവാഹിനികൾ മാത്രമുള്ള സ്ഥാനത്ത് നിന്നും 2040 10 അന്തർവാഹിനികളുള്ള കരുത്തുറ്റ സേനയായി ഇന്ത്യ വളരും. നാവികസേനയായി ഇന്ത്യ വളരും. ഇന്ത്യയുടെ ഈ കുതിപ്പിന് പിന്നിൽ കൃത്യമായിട്ടുള്ള 3 പദ്ധതികളാണുള്ളത്. അരിഹന്ത് ക്ലാസ് പദ്ധതി, അതായത് ഇതിനോടകം തന്നെ 2 അന്തർവാഹിനികൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് സേനയുടെ ഭാഗമായിട്ടുണ്ട്. 3ാമത്തത് ഈ വർഷവും 4ാമത്തത് അടുത്ത വർഷവും എത്തും. 2ാമത്തത് S5 ക്ലാസ് പദ്ധതി. ഇന്ത്യയുടെ ഭാവിയുടെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന 6 വമ്പൻ അന്തർവാഹിനികളാണ് ഈ പദ്ധതിയിലുള്ളത്. ഇതിന്റെ നിർമ്മാണം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 3ാമത്തത് പ്രോജക്ട് 77 എന്ന പദ്ധതി. 6 ആണവ ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കുന്ന ഈ പദ്ധതി വഴി ശത്രുക്കളുടെ നീക്കങ്ങളെ കടലിൽ വെച്ച് തന്നെ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. നിലവിലെ ലോകക്രമം പരിശോധിച്ചാൽ അമേരിക്കയാണ് ഈ പട്ടികയിൽ 1ാമത്. റഷ്യയും ചൈനയും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. നിലവിൽ 4ാം സ്ഥാനത്തുള്ള ബ്രിട്ടനും 5ാമതുള്ള ഫ്രാൻസുമാണ് ഇന്ത്യയുടെ തൊട്ടു മുമ്പിൽ. ഇവരെയാണ്, ഈ 2 രാജ്യങ്ങളെയാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 2030 പകുതിയോടെ ഫ്രാൻസിനെയും 2040 ബ്രിട്ടനെയും ഇന്ത്യ മറികടക്കും. സാമ്പത്തികവും വ്യാവസായികവുമായിട്ടുള്ള പ്രതിസന്ധികൾ കാരണം ഈ രാജ്യങ്ങൾക്ക് സേനയെ വിപുലീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ നേട്ടം കൈവരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആണവ അന്തർവാഹിനികൾ ഇന്ത്യക്ക് ഇത്ര പ്രധാനമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലളിതമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ കടന്നുകയറ്റം തടയാൻ അതിവേഗത്തിലും രഹസ്യമായും സഞ്ചരിക്കാൻ കഴിയുന്ന ഇത്തരം അന്തർവാഹിനികൾ അനിവാര്യമാണ്. നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനും സമുദ്രപാതകൾ സുരക്ഷിതമാക്കാനും ഇതുവഴി സാധിക്കും. തീരദേശ സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തെവിടെയും ശക്തി തെളിയിക്കാൻ ശേഷിയുള്ള ഒരു ബ്ലൂ വാട്ടർ നേവിയായി ഇന്ത്യ മാറുകയാണ്. INS അരിഹന്തിലൂടെ തുടങ്ങിയ ആ സ്വപ്നം 2040 പൂർണ്ണതയിലെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ 4 സമുദ്രശക്തികളിൽ ഒന്നായി ഭാരതം മാറും. ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ചൊരു നവഭാരതത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.